വാട്സാപ്പിൽ ഒരാൾ നമുക്ക് റിംഗ് ടോൺ അയച്ചു തന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മൊബൈലിൻ്റെ റിംഗ് ടോൺ ആയിട്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും? വാട്സാപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമ്മുടെ മൊബൈലിൻ്റെ റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു റിംഗ് ടോൺ നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്തിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം, വാട്സാപ്പിൽ നമുക്ക് വരുന്ന ഫോട്ടോസ്, വീഡിയോസ് അത് ഗാലറിയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ വിസിബിലിറ്റി നമ്മൾ ഓൺ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ വീഡിയോസിൽ അല്ലെങ്കിൽ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ നമുക്കത് കാണാം, ഉടനെ തന്നെ ഗാലറിയിൽ അത് സേവ് ആവുകയും ചെയ്യും. എന്നാൽ നമുക്ക് വരുന്ന വോയിസ് നോട്ടുകൾ അല്ലെങ്കിൽ റിംഗ് ടോണുകൾ, പാട്ടുകൾ അതൊക്കെ നമുക്ക് കേൾക്കാം എന്നല്ലാതെ ഗാലറിയിൽ എവിടെ പോയി തപ്പിക്കഴിഞ്ഞാലും ഇത് കാണാനേ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വാട്സാപ്പിൽ വരുന്ന വോയിസ്, അതുപോലെ തന്നെ റിംഗ് ടോൺ, പാട്ടുകൾ അതൊക്കെ ഗാലറിയിൽ എങ്ങനെ സേവ് ചെയ്യാം, ഗാലറിയിൽ സേവ് ചെയ്തത് എങ്ങനെ റിംഗ് ടോൺ ആക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് ഒരുപാട് വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഇതിപ്പോൾ ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതെങ്ങനെ ഗാലറിയിൽ സേവ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ആ ഒരു വോയിസിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഷെയറിൻ്റെ ഐക്കൺ ഉണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ എന്ന ഈ ഒരു ഐക്കണോട് കൂടിയിട്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില മൊബൈലിൽ ഇവിടെ 3 ഡോട്ട്സിലായിരിക്കും ഷെയർ എന്ന ഐക്കൺ കാണാൻ സാധിക്കുക. ആ ഷെയർ എന്ന ഐക്കണിൽ, ആ എഴുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങളുടെ ഫയൽ മാനേജർ ഏതാണ് അത് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഗൂഗിളിൻ്റെ ഫയൽ മാനേജറാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങളുടെ മൊബൈലിൻ്റെ ഫയൽ മാനേജർ ആണെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഡയറക്റ്റ് ഇപ്പോൾ ഗാലറിയിൽ അത് സേവ് ആയി കഴിഞ്ഞു. ഏറ്റവും മുകളിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കും. ഇനി നമുക്ക് നേരെ ബാക്ക് വന്നിട്ട് ആ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും മുകളിൽ ആ ഒരു ഫയൽ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ അതിൻ്റെ വലതുവശത്ത് 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താലൊന്നും ഇത് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. ഇനി ആ ഒരു ഫയലിൽ ലോങ് പ്രസ് ചെയ്ത് മാർക്ക് ചെയ്താൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താലും ഇത് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനായിട്ട് നമ്മൾ ഇത് മാർക്ക് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇവിടെ അത് ഓപ്പൺ ചെയ്ത് കേൾക്കണം. ഞാനിപ്പോൾ സൗണ്ട് കുറച്ചതാണ്. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഇവിടെ സെറ്റ് ആസ് റിംഗ് ടോൺ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് റിംഗ് ടോൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വാട്സാപ്പിൽ നമുക്ക് ആരെങ്കിലും വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ പാട്ടുകൾ അല്ലെങ്കിൽ റിംഗ് ടോണുകൾ നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് വാട്സാപ്പിൽ നിന്നും ഗാലറിയിലേക്ക് എങ്ങനെയാണ് സേവ് ചെയ്യുക, ഗാലറിയിൽ നിന്നും സേവ് ചെയ്തത് എങ്ങനെ നമുക്ക് റിംഗ് ടോൺ ആയിട്ട് മാറ്റാം എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. പല ആളുകൾക്കും അറിയാത്ത കാര്യം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.